show that x y z x square y square z square x cube y cube z cube is equal to x y z into x minus y into x y minus z into z minus x. നോക്കിയേ മക്കളെ, 3 വർഷം അടുപ്പിച്ച് ചോദിച്ച ചോദ്യമാണ്. 2000, 2010, 2011. അപ്പൊ എവിടെ തുടങ്ങുന്നു? നമ്മൾ ആ മെട്രിക്സിനെ വീണ്ടും ആ ഡിറ്റർമിനന്റിനെ എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. എക്സ് വൈ ഇസഡ്, പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ, എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇസഡ് ക്യൂബ്. ഓക്കെ ആണല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ കോളം, അതായത് ഈ കോളം ഞാൻ കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ അകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സ് പുറത്തെടുക്കാം. ഈ കോളത്തിന്റെ അകത്ത് ഒരു വൈ പുറത്തെടുക്കാം. ഓക്കെ ആണ്, ഒരു വൈ എനിക്ക് പുറത്തെടുക്കാം. പിന്നെ അതുപോലെ ഈ കോളത്തിന്റെ അകത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഇസഡും പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എന്ത് വരും? ഇവിടെ 1 1 1 എന്നാവും. ഇവിടെ എന്ത് വരും? എക്സ് വൈ ഇസഡ് എന്നാവും. ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പിന്നെ ഇസഡ് സ്ക്വയർ എന്നാവും. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നതായിട്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇടുന്ന ആദ്യത്തെ പാർട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി മുമ്പോട്ട് നമ്മൾ പോകുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുകയാണ്. ഇത് കോളം 1, കോളം 2, കോളം 3. ഓക്കെ ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്നു C2 changes to C2 minus C1 and column 3 changes to column 3 minus column 1. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും മാറ്റം വരുമോ? ഡിറ്റർമിനന്റിന് ഒരു മാറ്റവും വരില്ല. അതായത് കോളങ്ങളെ തമ്മിൽ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് എന്ത് വരില്ല? ചേഞ്ച് വരില്ല. റോകളെ തമ്മിൽ ആഡ് ചെയ്താൽ ഡിറ്റർമിനന്റിന് ചേഞ്ച് വരില്ല. റോകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ഡിറ്റർമിനന്റിന് ചേഞ്ച് വരില്ല. കോളങ്ങളെ തമ്മിൽ ആഡ് ചെയ്താലും കോളങ്ങളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും ചേഞ്ച് വരില്ല. പിന്നെ എന്താണ് ചേഞ്ച് വരുന്നത്? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മൈനസ് ചേഞ്ച് അവിടെ വന്നുകൊണ്ടേയിരിക്കും. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കൺഫ്യൂഷൻ ആകരുത്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് ഡിറ്റർമിനന്റിന് മൈനസിന്റെ ചേഞ്ച് വരുന്നത്. കോളം ട്രാൻസ്ഫോർമേഷൻ റോ ട്രാൻസ്ഫോർമേഷനോ ചെയ്യുമ്പോൾ എന്ത് വരുന്നില്ല? ഓക്കെ ആണ്, സെറ്റ് ആണ്, കൂടെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്ത് വരും? ഇവിടെ 1. അപ്പൊ ഈ ഫസ്റ്റ് കോളത്തിന് ഒരു ചേഞ്ചും ഇല്ല. 1 എക്സ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ കോളം എങ്ങനെ മാറും? 1 മൈനസ് 1 0. ഇത് y മൈനസ് എക്സ് എന്നാകും. ഇത് y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. ഇത് 0. ഇത് z മൈനസ് എക്സ് എന്നാകും. ഇത് z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാകും. ഇനി നിങ്ങൾക്ക് ഞാനിവിടെ ഒരു പാറ്റേൺ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ ആദ്യം എന്താ ചെയ്തത് നോക്കിക്കേ, ഒരു റോ മൊത്തത്തിൽ അങ്ങ് 1 1 ആക്കുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തു. എൻ്റെ ഒന്നാമത്തെ സ്ട്രാറ്റജി നിങ്ങൾ ഇവിടെ കണ്ടു. ഇനി എൻ്റെ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്തായിരുന്നു? നിങ്ങൾ നോക്കിക്കേ, ഈ ഡിറ്റർമിനന്റ് കാണാൻ മുമ്പ് തന്നെ ഞാൻ ഒരു റോയിൽ ഒരു എലമെന്റ് 1 ആക്കി നിർത്തി, ബാക്കിയുള്ളതിനെ 0 ആക്കി. കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരു റോ വെച്ച് ഞാൻ ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ പോകുന്ന സ്ട്രാറ്റജി മനസ്സിലായി. ആദ്യം ഒരു റോ മൊത്തം 1 ആക്കി, പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ആ റോയിലെ ആ റോകളെ ഉപയോഗിച്ചുകൊണ്ട് ആ റോയിലെ എല്ലാ 1 പിന്നെ കോളം വൈസ് നോക്കി ആ ബാക്കി രണ്ടും ഇത് ഈ 1 വെച്ചിട്ട് ഇത് രണ്ടും ഞാൻ 0 ആക്കി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ട്രാൻസ്ഫോർമേഷന്റെ സഹായം ഇവിടെ തേടിയത്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എക്സ് വൈ സെഡ് പുറത്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ ചെയ്യുന്ന സാധനം നിങ്ങളതാ ഈ കോളം നോക്കുക ആൻഡ് ഈ കോളം നോക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. അവിടെ മറ്റൊരു കാര്യമുണ്ട്. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാ ഇങ്ങനെ കാണുക, y പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ നിങ്ങൾ എങ്ങനെ കാണണം? ഇസഡ് പ്ലസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് എന്ന് കാണുക. ഓക്കെ ആണ്, സെറ്റ് ആണ്. അപ്പൊ ദാ നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കോളം റോ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഈ കോളം 2 നിന്നും കോളം 3 നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? y മൈനസ് എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക്, അപ്പൊ y മൈനസ് എക്സ് ഇസഡ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നോക്കുക, ഇതിന്റെ അകത്ത് നിന്ന് ഈ കോളത്തിൽ നിന്ന് y മൈനസ് എക്സ് എടുത്തു, ഈ കോളത്തിൽ ഇസഡ് മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണ്, ഇത് ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റോ ഉപയോഗിച്ചുകൊണ്ട് മക്കളെ, ഈ മെട്രിക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? എക്സ്, ശ്രദ്ധിക്കുക, അപ്പം എക്സ് വൈ ഇസഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. കഴിഞ്ഞില്ല. ഇനി എന്താണ്? 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ്, അല്ലെ, 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് 1 y പ്ലസ് എക്സ് ഇസഡ് പ്ലസ് എക്സ്. ബാക്കിയെല്ലാം എന്തായി പോകും? ഇത് 0 ആയതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം 0 ആയി പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എക്സ് വൈ ഇസഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഇവിടെ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ഇൻറ്റു y മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാവും മക്കളെ? ഇത് ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് എന്നാവും. ഓക്കെ, അപ്പം അപ്പം ഇവിടെ
ഈ എക്സും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ഇസഡ് മൈനസ് വൈ ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം ഇപ്പൊ ആയി കഴിഞ്ഞു. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ഉള്ളൂ. എക്സ് വൈ ഇസഡ് എക്സ് മൈനസ് വൈ ആക്കണം. ഇവിടെ y മൈനസ് എക്സ് ആണ്. അപ്പൊ എക്സ് വൈ ഇസഡ് ഇൻറ്റു, ഞാൻ ഇതൊരു മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് എക്സ് മൈനസ് വൈ എന്നാകും. ഓക്കെ, പിന്നെ അപ്പുറം നോക്കുക, y മൈനസ് ഇസഡ് ആണ് വേണ്ടത്. ഇവിടെ എന്താ കിടക്കുന്നത്? ഇസഡ് മൈനസ് വൈ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇൻറ്റു മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ y മൈനസ് ഇസഡ് എന്നാകും. ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഇസഡ് മൈനസ് എക്സ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇസഡ് മൈനസ് എക്സ്, പിന്നെ എന്ത് ചെയ്യും? ഇവിടെ ഈ മൈനസും മൾട്ടിപ്ലൈ ആകുമ്പോൾ പോസിറ്റീവ് ആയി മാറും. വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടും? എക്സ് വൈ ഇസഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഹെൻസ് ദ പ്രൂഫ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.